വിശദമായ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ദിലീപുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് എത്തിക്കും. അങ്കമാലിയിൽ നിന്നും ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയതിനു ശേഷം പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ദിലീപ് ജയിലിലേക്ക് പോവുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്കാണ് മാറ്റുന്നത്. കനത്ത സുരക്ഷയിലാണ് ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. വലിയ പ്രതിഷേധം മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലും ദിലീപിന് നേരിടേണ്ടി വന്നു. കൂവി വിളിച്ചാണ് അവിടെ ജനങ്ങൾ ദിലീപിനെ സ്വീകരിച്ചത്. കാട്ടുകള്ളൻ ജയിലിലേക്ക് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആളുകൾ. അതേസമയം ഒന്നും ഭയപ്പെടാനില്ലെന്നാണ് ജയിലിലേക്ക് മാറ്റും മുമ്പ് ദിലീപ് പ്രതികരിച്ചത്. വിവരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ ചേരും. ആദ്യം ജീവൻ ചേരുന്നുണ്ട്. ഇതിന് നിയമപരമായ ചില കാര്യങ്ങൾ കൂടി. ജീവൻ, ഇനിയിപ്പോൾ റിമാൻഡിൽ വരുന്നു. സ്വാഭാവികമായും അതിനുശേഷം ഒരു കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. കസ്റ്റഡിയിൽ കിട്ടാൻ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ പോലീസിന്റെ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ എടുത്ത സ്ഥലം, ഇവിടെയൊക്കെയുള്ള പരിശോധനകളിൽ കൂടി ആയിരിക്കില്ലേ ഈ തെളിവുകൾ ഒരു കൂടുതൽ സമഗ്രമായ രീതിയിലേക്ക് ലിങ്ക് ചെയ്യാൻ പോലീസിന് കഴിയുള്ളൂ? മനു സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഈ കാര്യത്തിൽ തെളിവ് കണ്ടെടുക്കുക എന്നതാണ് ഈ കേസിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓൾറെഡി ഈ നടി ആക്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും ഈ കാര്യത്തിൽ ഒരു നിമിഷം ഞാൻ പോരാ, നമുക്ക് തുടരാം. അതിനു മുമ്പ് വാഹനം ആലുവ സബ് ജയിലിന് മുന്നിലെത്തിയിരിക്കുന്നു. ദിലീപിനെ വഹിച്ചുകൊണ്ട് ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ദിലീപിനെയും കൊണ്ടുള്ള വാഹനം ആലുവ സബ് ജയിലിലേക്ക് പ്രവേശിച്ചോ? തീർച്ചയായും മനു, ആലുവ സബ് ജയിലിന് മുന്നിൽ ദിലീപിന്റെ വാഹനം എത്തിയിരിക്കുന്നു. ദിലീപ് സഞ്ചരിക്കുന്ന ആ ഒരു ബസ് ഇപ്പോൾ ആലുവ പോലീസ് സബ് ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ദിലീപ് അല്പസമയത്തിനകം തന്നെ ഈ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങും. വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദിലീപിനെ കാണാനായി നിരവധി പേർ ഇപ്പോൾ ഈ ആലുവ സബ് ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദിലീപിനെ ഈ വാഹനത്തിൽ നിന്ന് ഇറക്കും. ഉമേഷ്, ഒരു കാര്യം, അതായത് ഈ ജയിലിൽ ദിലീപിനെ പ്രത്യേകം പാർപ്പിക്കണം എന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ഈ മറ്റ് തടവുകാരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പ്രത്യേക പരിഗണന വേണ്ട എന്നും മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ തുടരാം. തീർച്ചയായും ദിലീപിന് പ്രത്യേക സൗകര്യം ഒരുക്കണം എന്ന് വെച്ചാൽ പ്രത്യേക സെല്ല് അനുവദിക്കണം എന്നൊരാവശ്യം മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സെല്ല് ഒരുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനു, ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യം, അങ്കമാലിയിലും മറ്റും നമ്മൾ കണ്ടതുപോലെ ജനം കൂക്കി വിളിക്കുകയാണ്. ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ നടക്കുന്നു. ജനങ്ങൾ കൂക്കി വിളിക്കുകയാണ് ദിലീപിനെതിരെ. ദിലീപിനെ ഇപ്പോൾ ഇതിനകത്തേക്ക്, ജയിലിനകത്തേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം, വലിയ കൂക്കിവിളികൾ, ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഈ ആലുവ സബ് ജയിലിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. മനു, വലിയ പ്രതിഷേധം ഈ സബ് ജയിലിന് മുന്നിലും ദിലീപിനെതിരെ ഉയർന്നു എന്നാണോ ഉമേഷ്? തീർച്ചയായും ദിലീപിനെതിരെ ഈ സബ് ജയിലിന് മുന്നിലും വലിയ പ്രതിഷേധം തന്നെയാണുള്ളത്. വലിയ കൂക്കിവിളികളാണുള്ളത്. ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധം, മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ വിളിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതുപോലെ രാവിലെ ഒന്നും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് വാർത്ത കണ്ടതിന് ശേഷം കൂടുതൽ പേർ ഇപ്പോൾ ഈ സബ് ജയിലിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ വലിയ ശബ്ദത്തിൽ, ഉച്ചത്തിൽ തന്നെ ദിലീപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ സ്വന്തം നാടാണ്, ജനിച്ചു വളർന്ന സ്ഥലമാണ്, എല്ലാവരും അറിയുന്ന ആളുകളാണ്. അവിടെയാണ് ഈ വലിയ പ്രതിഷേധങ്ങൾ ഒരു നാണംകെട്ട അവസ്ഥയിൽ ദിലീപിന് നേരിടേണ്ടി വരുന്നതെന്നാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദിലീപിന്റെ ജന്മനാടായ ആലുവയിൽ തന്നെയുള്ള സബ് ജയിലിൽ ദിലീപിന് കഴിയേണ്ടി വന്നിരിക്കുന്നു. അത്യന്തം ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ദിലീപിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ തന്നെയുള്ള ജയിലിൽ ഇത്തരത്തിൽ ഗൂഢാലോചന കേസിൽ പ്രതിയായി ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഏറെ നാണക്കേടുണ്ടാക്കിയ കേസിൽ ദിലീപ് പ്രധാന പ്രതിയായി തന്നെ ഈ ജയിലിൽ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ദിലീപിനെതിരെ 120B
ഗൂഢാലോചന വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ശക്തമായ തെളിവുകളും പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായി വളരെ രാവിലെ തന്നെ ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി. ദിലീപിനെ പ്രത്യേക സെല്ല് അനുവദിക്കണമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരം എന്നുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരത്തിലൊരു നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സെല്ല് ദിലീപിനുണ്ടാവും. എന്നാൽ മറ്റ് VIP തടവുകാരെ പോലെ മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ദിലീപിന് ഒരുക്കിയിട്ടില്ല. പ്രത്യേക സെല്ല് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ദിലീപിനെ അല്പം മുമ്പ് ഇവിടെ എത്തിച്ച് ആലുവ സബ് ജയിലിലേക്ക് അകത്തേക്ക് പ്രശാന്ത്, ക്ഷമിക്കണം ഉമേഷ്, ഈ ജയിലിന് മുന്നിൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് കൂവി വിളിച്ചുകൊണ്ടാണോ ദിലീപിനെ ആളുകൾ അങ്ങോട്ടേക്ക് പ്രതിഷേധിച്ചത്? തീർച്ചയായും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ദിലീപ് അഭിനയിച്ച പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, ജയിലിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നുള്ളത്. അത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ദിലീപിന്റെ ജീവിതത്തിൽ തന്നെ അത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ദിലീപിനെ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പുറമെ ജനം വിളിച്ചു പോവുകയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നും പറഞ്ഞ് ദിലീപിനെ കളിയാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപേ ഹാജരാക്കുമ്പോഴും സമാന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ആലുവ സബ് ജയിലിന് മുൻപിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വലിയ പ്രതിഷേധം ദിലീപിനെതിരെ ഉണ്ടായിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്ഥിതി ശാന്തമായിരിക്കുന്നു. കാരണം ദിലീപിനെ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ദിലീപിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന വിവരം കൂടി ഉണ്ട്. അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹാജരായത്. ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കും. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് ദിലീപിനെതിരെ തെളിവുകൾ ഇല്ല, കൃത്രിമ തെളിവുകളാണ് ഉള്ളത് എന്നതടക്കം ആണ് രാംകുമാർ പറഞ്ഞത്. എന്നാൽ ദിലീപും പ്രതികരിക്കുകയുണ്ടായി. ദിലീപ് താൻ നിരപരാധിയാണ്, തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്, താൻ ക്രൂശിക്കപ്പെടുകയാണ്, ഒട്ടും തന്നെ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല, നിരപരാധിയാണ്, നിരപരാധിത്വം തെളിയിക്കുമെന്ന് ദിലീപ് പറയുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപിനെതിരെ ഗൂഢാലോചന വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ചുമത്തിയതായാണ് അറിയാൻ കഴിയുന്നത്. അതിനെതിരെയുള്ള ശക്തമായ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മനു. ശരി ഉമേഷ്, ഏതായാലും ഉമേഷിലേക്ക് പിന്നീട് എത്താം. കാരണം ഇനിയിപ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങൾ ഏകദേശം എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിലീപിനെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പ്രത്യേക ഒരു സെല്ല് ദിലീപിന് അനുവദിക്കണമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സിനിമാ താരമാണ്. സ്വാഭാവികമായും സഹതടവുകാരിൽ നിന്ന് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ, അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പരിഗണിച്ചാണ് അത്തരത്തിലൊരു നിർദ്ദേശം മജിസ്ട്രേറ്റ് വച്ചത്. പക്ഷേ ഒരു സാധാരണ തടവുകാരന് ലഭിക്കുന്നതിൽ കൂടുതൽ യാതൊരുവിധ പരിഗണനയും നൽകരുത് എന്നും വിഷയത്തിൽ ദിലീപിനെ ജയിലിലേക്ക് അയക്കുമ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹാജരാകുന്നത്. ജാമ്യാപേക്ഷ സമർപ്പിക്കും. കൃത്രിമ തെളിവുകളാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് രാംകുമാർ പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന യാതൊരുവിധ തെളിവുകളും പോലീസിന്റെ കയ്യിൽ ഇല്ല എന്നും രാംകുമാർ പറയുന്ന വാക്കുകളിലേക്ക്. അത് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞ എന്നോട് ചോദിക്കേണ്ട ഒരു തെളിവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിരുന്നു, അതിലെന്താണ് പോലീസ് പറഞ്ഞത്? റിപ്പോർട്ടിൽ പഴയ കാര്യങ്ങളാണ് പറഞ്ഞിട്ട്. എന്തൊക്കെയായിരുന്നു സാർ? ഒന്ന് പറയൂ സാർ. നാളെ 11 മണി വരെ കോടതിയിൽ നിലവിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. സാർ എങ്കിലും എന്തൊക്കെ തെളിവുകളാണ് പോലീസ്? തെളിവുകൾ നാളെ അറിയാലോ. പോലീസ് തെളിവില്ലാണ്ട് ഇതുപോലെ ഒരാളെ തെളിവ് ഉണ്ടാക്കാതെ, കൃത്യമായിട്ടുണ്ടാക്കാതെ ഇതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും തെളിവുണ്ടാക്കാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. പക്ഷേ ആ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത്. ഏതായാലും നാളെ 11 മണി വരെ കാത്തിരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ജാമ്യാപേക്ഷയുമായുള്ളൊരു മൂവ് നാളെ ഉണ്ടാകാൻ എന്ന സൂചനകൾ ആ വാക്കുകളിൽ ലഭിക്കുന്നു. ജീവൻ, ഇതിന്റെ നിയമപരമായ വശങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. നാളെ 11 മണി വരെ കാത്തിരിക്കണം. മറ്റൊന്ന്, തെളിവുണ്ടാകാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ? പക്ഷേ ആ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാളെ ഈ ജാമ്യാപേക്ഷയുമായി മൂവ് ചെയ്യുമ്പോൾ ഈ വാദത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും അവതരിപ്പിക്കുക എന്ന സൂചനകളാണോ മനസ്സിലാക്കേണ്ടത്? പ്രതിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ രാംകുമാർ, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ക്രിമിനൽ അഭിഭാഷകന്മാരിൽ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് അഭിഭാഷകരിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് രാംകുമാർ.
പക്ഷേ അദ്ദേഹത്തിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങി നടത്തിയ ആദ്യ പ്രതികരണം പ്രതിക്ക് അനുകൂലമായിരുന്നില്ല എന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ എന്നതായിരുന്നു പ്രതിഭാഗം അഭിഭാഷകനായ രാംകുമാർ അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് ചോദിച്ചത്. അതിലൂടെ ഒരു തിരുത്തുകൂടിയുണ്ട് ജീവൻ. അതായത് തെളിവുകളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ആ തെളിവുകൾ ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും പ്രതിയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഭാഗം കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് പോലും പ്രതിഭാഗം അഭിഭാഷകന് പോലും ദിലീപിന് മുൻപിൽ പോലീസ് നിരത്തിയിരിക്കുന്ന തെളിവുകൾ പാതിയെങ്കിലും വിശ്വാസയോഗ്യമെന്ന് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കേരള പോലീസിൻ്റെ ആദ്യഘട്ട വിജയമാണ് എന്ന് തന്നെ പറയാം. കാരണം പോലീസ് നിലവിൽ നിരത്തിയിരിക്കുന്ന തെളിവുകൾ പ്രതിയുടെ അഭിഭാഷകനെ പോലും കുഴപ്പിക്കുന്നു എന്നത്, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു എന്നത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് മുമ്പോട്ട് വച്ചിരിക്കുന്ന തെളിവുകൾ അത്ര വേഗം ഒടിക്കാൻ കഴിയുന്ന തെളിവുകളല്ല എന്ന് പ്രതിയുടെ അഭിഭാഷകൻ തന്നെ തിരിച്ചറിയുന്നു. എന്നാൽ അദ്ദേഹം അത് കൃത്രിമ തെളിവുകളാണ് എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പറയാതിരിക്കാനാവാത്ത ഒരു അനിവാര്യതയുമായി അവിടെ മാറുന്നു എന്നതാണ് മനു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്തായാലും മുൻപാകെ വെച്ചിരിക്കുന്ന തെളിവുകൾ എന്ത് എന്ന് ഇനി നമുക്ക് പുറത്തറിയേണ്ടതുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയുന്നത്? ഒരുപക്ഷെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി വളരെ പരിമിതമായ വാക്കുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പോലീസ് എഴുതിയിട്ടുണ്ടാവുക. അത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആവശ്യമെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താവുന്നതാണ്. എന്തായാലും ഈ കേസിൽ നിലവിൽ ജാമ്യാപേക്ഷ ദിലീപിൻ്റെ തള്ളിയിരിക്കുന്നതോടുകൂടി ഇത് ഒരു സെഷൻസ് കോടതി ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി ഇതിൻ്റെ വാദങ്ങൾ നടക്കേണ്ടത് എറണാകുളം ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജില്ലാ കോടതിയിലായിരിക്കണം നടക്കേണ്ടത്. ജില്ലാ സെഷൻസ് കോടതിയിലാണ് നടക്കേണ്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഈ കേസ് ഫയൽ തീർച്ചയായും അങ്ങോട്ടേക്ക് മാറും. എന്നാൽ പ്രാഥമികമായി കോടതി എന്ന നിലയിൽ കേസ് പരിഗണിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആയതിനാൽ അങ്കമാലി മജിസ്ട്രേറ്റ് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾ കേൾക്കുക. സെഷൻസ് കോടതി ഒഫൻസ് ആയതിനാൽ ഈ കാര്യത്തിൽ മജിസ്ട്രേറ്റിന് പ്രാഥമികമായി നാളെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ ഹാജരായാൽ പോലും കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ പോലീസ് ഇത്രയധികം തെളിവുകൾ മുൻപോട്ട് വച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാളെ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളാനാണ് സാധ്യത. നാളെ ജാമ്യം തള്ളുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ദിലീപിന് കോടതിയെ സമീപിക്കാനാവില്ല. തുടർന്ന് ഒരു ദിവസത്തിന് ശേഷം നാളെയാണ് ചെയ്യുന്നതെങ്കിൽ, നാളെയാണ് ജാമ്യം തെള്ളുന്നതെങ്കിൽ 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത. എന്നാൽ മുൻപോട്ട് വെച്ച് ദിലീപിന് വേണ്ടി തീർച്ചയായും ഏറ്റവും പ്രമുഖരായ അഭിഭാഷകർ തന്നെ രംഗത്തിറങ്ങുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സർക്കാരിന് വേണ്ടിയും തീർച്ചയായും ഈ കാര്യത്തിൽ പോലീസിൻ്റെ തെളിവുകൾ മുൻപോട്ട് വെക്കുന്നതിനായി ഏറ്റവും പ്രമുഖരായ അഭിഭാഷകർ തന്നെ വേണ്ടി വന്നാൽ മേൽക്കോടതിയിൽ ഹാജരാവാനുള്ള സാധ്യതയും വിദൂരമല്ല. എന്നാൽ താഴത്തെ കോടതിയിൽ പ്രോസിക്യൂട്ടർ തന്നെയാവും ഹാജരാവുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിർണായകമായ തെളിവെടുക്കലുകളാണ്. പോലീസ് നാളെ ഈ കാര്യത്തിൽ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ വരുന്ന ഘട്ടത്തിൽ തന്നെയാവും പോലീസ് ദിലീപിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യത. ആദ്യം കസ്റ്റഡി ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ കാര്യത്തിൽ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ ആവശ്യത്തെ കോടതിക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഈ ഇത്രയധികം തെളിവുകൾ ഈ കാര്യത്തിൽ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു 5-6 ദിവസമെങ്കിലും ദിലീപിനെ കസ്റ്റഡിയിൽ വേണമെന്നായിരിക്കാം ഒരുപക്ഷെ പോലീസ് ആവശ്യപ്പെടാനുള്ള സാധ്യത. കാരണം പ്രധാനപ്പെട്ട തെളിവായ ഒരു MG റോഡിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ, ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്ന ഗൂഢാലോചന, ആ ഗൂഢാലോചന നടന്ന സംഭവ സ്ഥലത്തെത്തിച്ച് അന്നുണ്ടായിരുന്ന ജീവനക്കാർ അവിടെ ഉണ്ടെങ്കിൽ ദിലീപിനെ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അന്നേ ദിവസം വന്ന് ദിലീപാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ഈ ദൃശ്യങ്ങൾ, പിടിച്ചെടുത്ത ദൃശ്യങ്ങൾ ദിലീപിനെ മുൻപാകെ കാണിച്ച്
ഈ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അന്ന് എന്തിനിവിടെ വന്നു, അന്ന് ഏതെങ്കിലും തരത്തിലുള്ള താരനിശയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നോ, അന്ന് ആ യോഗത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റുള്ള സിനിമാ നടന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില പ്രൊസീജിയർ ഈ കാര്യത്തിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ പൾസർ സുനിയുടെ കസ്റ്റഡി കാലാവധി ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റന്നാളോ തീരുകയാണ് എന്നതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് പറയാനാവുന്നത്. അങ്ങനെയെങ്കിൽ ദിലീപിനെയും പൾസർ സുനിയെയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ വരുന്നുണ്ട്. അതിനായി പൾസർ സുനിയുടെ കസ്റ്റഡി കാലാവധി നീട്ടുന്നതിന് മുമ്പായി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ഒറ്റക്കൊറ്റക്കിരുത്തി ചോദ്യം ചെയ്യുകയും വേണമോ എന്നുള്ള കാര്യം പോലീസ് തീരുമാനിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിൽ ദിലീപിന്റെ കൂട്ടുപ്രതികളായി ഇനി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാനുണ്ടോ എന്നതാണ് ഈ കാര്യത്തിൽ പ്രധാനമായും വരേണ്ടത്. ഞാൻ വരാം, നമുക്ക് വളരെ വേഗത്തിൽ വരാം. ഏതായാലും ദിലീപിനെ ആലുവ സബ് ജയിലിൽ എത്തിച്ചിരിക്കുന്നു. 14 ദിവസത്തേക്ക് ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ സമഗ്രമായ വിവരങ്ങളായിരുന്നു രാവിലെ 6 മണി മുതൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപിനെ പുറത്തിറക്കിയ സമയം മുതൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ അടുത്തെ നടപടികൾ പൂർത്തിയാക്കി സബ് ജയിലിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു സമയമാണ് കടന്നുപോയത്. വളരെ സംഭവബഹുലമായ ഒരു സമയത്തിലൂടെയായിരുന്നു ഈ നേരത്ത് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർചലനങ്ങൾ വീണ്ടും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. ഉമേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഉമേഷ്, ജയിലിലെ നടപടിക്രമങ്ങളെല്ലാം അവസാനിച്ചില്ലേ? അവിടെ കൂടി ആളുകളൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്തില്ലേ? തീർച്ചയായും ജയിലിലെ നടപടിക്രമങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. അത് ഏകദേശം 15 മിനിറ്റ് മുൻപ് തന്നെ, ഏകദേശം 10 മിനിറ്റ് മുൻപ് തന്നെ ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തതോടെ നടപടിക്രമങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ആ ദിലീപിനെ ഇറക്കുന്ന സമയത്ത് വലിയ ജനക്കൂട്ടം ആ സമയത്ത് ഇവിടെ എത്തിയിരുന്നു. അവർ വലിയ തോതിലുള്ള കൂകിവിളികളായിരുന്നു ദിലീപിനെതിരെ നടത്തിയത്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ കൂടി നിന്ന ആളുകൾ ദിലീപിനെതിരെ മുഴക്കിയത്. നേരത്തെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോഴും സമാന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധവും മുദ്രാവാക്യവുമാണ് ഉണ്ടായത്. ഇതിപ്പോൾ ദിലീപിന്റെ സ്വന്തം നാട്ടിൽ തന്നെയുള്ള ജയിലിൽ കഴിയേണ്ടി വരികയാണ്. ദിലീപ് ഇനി നാട്ടുകാരനായി അറിയപ്പെടാൻ താല്പര്യമില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നത്. വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ദിലീപിനെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മറ്റു തടവുകാർക്കൊപ്പം തന്നെയാണ്. പ്രത്യേക സെല്ലുണ്ടെങ്കിൽ തന്നെയും മറ്റു തടവുകാരുടെ സാന്നിധ്യം ഉണ്ടാകും എന്നും തരത്തിലുള്ള സൂചനകൾ ഉണ്ട്. അത് മജിസ്ട്രേറ്റ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേക സെല്ല് അനുവദിക്കണം എന്നുള്ള കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ അടുത്ത ദിവസം ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് തെളിവുകൾ ഇല്ല, ഗൂഢാലോചന കുറ്റം മാത്രമാണ്. ഇതിന് തെളിവുകൾ ഇല്ല, കൃത്രിമ തെളിവുകളാണ് പോലീസ് ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നതടക്കമാണ് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. ദിലീപും അത്തരത്തിലുള്ള പ്രതികരണം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും താൻ നിരപരാധിയാണ്, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്നാണ് ദിലീപ് പറഞ്ഞത്. താൻ ക്രോശിക്കപ്പെടുകയാണ്, തന്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് ദിലീപ് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും അല്പം മുമ്പ് തന്നെ ദിലീപിനെ ജയിലിലേക്ക് അയച്ചതോടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഏതാണ്ട് 1.25 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. രാവിലെ 6 മണിയോടെയാണ് ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഇറക്കിയത്. പിന്നീട് അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി. ഏതാണ്ട് ഒരു 10 മിനിറ്റിൽ താഴെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജയിൽ വളപ്പിന് പുറത്ത് വാഹനം നിർത്തി അവിടെ വച്ച് ദിലീപിനെ ഇറക്കി ആണോ ജയിൽ ഓഫീസിലേക്ക് ദിലീപിനെ കൊണ്ടുപോയത്? തീർച്ചയായും ജയിലിന് നേരെ മുൻപിൽ തന്നെ എത്തി. സെൻട്രൽ ആലുവ സബ് ജയിലിന് ഗേറ്റിന് മുൻപിൽ തന്നെ ഈ വാഹനം നിർത്തി. ദിലീപിനെ ഒരു പ്രത്യേക ബസ്സിലാണ് കൊണ്ടുവന്നിരുന്നത്, പോലീസ് ബസ്സിലാണ് കൊണ്ടുവന്നത്. ഈ ബസ് നിർത്തി അതിനുശേഷമാണ് ദിലീപിനെ ഇറക്കി നേരെ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അധിക ദൂരം നടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം നേരെ ഗേറ്റിന് മുൻപിൽ തന്നെയാണ് ഈ വാഹനം നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറക്കി 2-3 അടി കൊണ്ട് തന്നെ നേരെ 2-3 സ്റ്റെപ്പ് വെച്ചുകൊണ്ട് തന്നെ നേരെ അകത്തേക്ക് ഗേറ്റിനകത്തേക്ക് പോവുകയായിരുന്നു. അത്രയും ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധം ദിലീപിനെതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് ദിലീപിനെ ബസ്സിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് അത്തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൂകിവിളികൾ ഉണ്ടായത്. എന്തായാലും അങ്കമാലിയിലും ആലുവയിലും എല്ലാം തന്നെ ജനങ്ങളുടെ വലിയ പ്രതിഷേധം ദിലീപിനെതിരെ ഉയർന്നു വന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 6 മണിക്ക് തുടങ്ങിയ നടപടികൾ 7:45 തന്നെ പോലീസ് വളരെ വേഗം തന്നെ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു.
ഉമേഷ്, ഈ ജയിലിൽ ദിലീപിന് പ്രത്യേക സെൽ അനുവദിക്കണമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരുന്നു. ഈ സഹതടവുകാരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റ് സൗകര്യങ്ങളൊന്നും കൊടുക്കരുത്, പക്ഷെ ഒരു പ്രത്യേക സെല്ല് നൽകണമെന്ന രീതിയിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്? അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ജയിലിന് ദിലീപിന് പ്രത്യേക സെല്ല് അനുവദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആലുവ ഡിവൈഎസ്പി ഒരു പ്രതികരണം നടത്തിയിരുന്നു. ദിലീപിന് പ്രത്യേകം സെല്ല് അനുവദിച്ചിട്ടുണ്ട്, മജിസ്ട്രേറ്റ് നിർദ്ദേശപ്രകാരം പ്രത്യേക സെല്ല് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ സൗകര്യങ്ങൾ VIP തടവുകാരന് ലഭിക്കുന്നത് പോലുള്ള സൗകര്യങ്ങളോ പരിഗണിക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനം. എന്നാൽ പ്രത്യേകമായ സെല്ല് അനുവദിക്കണമെന്ന മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശം പാലിച്ചിട്ടുണ്ട്. പ്രത്യേക സെല്ലിലാണ് ദിലീപ് ഇപ്പോൾ കഴിയുന്നത്. ഈ അവിടെ കൂട്ടം കൂടി നിന്ന ആളുകളൊക്കെ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ ഉമേഷ്? തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. ദിലീപിനെ വാഹനം ഈ ജയിലിന് മുന്നിലേക്ക് എത്തുന്ന സമയത്താണ് വലിയ തോതിലുള്ള ജനക്കൂട്ടം ആ സമയത്ത് എത്തിച്ചേർന്നത്. ദിലീപിനെ ബസ്സിൽ നിന്ന് ഇറക്കി അകത്തേക്ക് കയറ്റുന്നത് വരെ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. ദിലീപിനെ ജയിലിനകത്ത് കയറ്റിയതിനു ശേഷവും അല്പനേരം മുദ്രാവാക്യം വിളികൾ തുടർന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഓരോരുത്തരായി പിരിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ ഈ ആലുവ സബ് ജയിലിലുള്ളത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് കയറ്റിയിരിക്കുന്നു. പ്രത്യേക സെൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ജനപ്രിയ നായകൻ ഇനി ജയിൽ പ്രിയ നായകനായി ജയിലിലേക്ക്. ഏതായാലും ദിലീപ് ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആലുവ സബ് ജയിലിലേക്ക് ദിലീപിനെ 14 ദിവസം റിമാൻഡ് ചെയ്തുകൊണ്ട് ആലുവ സബ് ജയിലിലേക്ക് അങ്കമാലി മജിസ്ട്രേറ്റ് അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകി. പ്രശാന്ത് ചേരുന്നുണ്ട് ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടപടിക്രമങ്ങളുടെ വിവരങ്ങൾ നൽകാനായി. പ്രശാന്ത്, എങ്ങനെയായിരുന്നു ഈ പോലീസിന്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും ഈ മജിസ്ട്രേറ്റിന് മുന്നിലെ നടപടിക്രമങ്ങൾ? മനു, കൃത്യം 6:00 കൂടിയാണ് ഇവിടെ നിന്നും ആലുവ പോലീസ് ക്ലബിൽ നിന്നും ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചത്. 6:45 കൂടി 6:45 മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി. തുടർന്ന് കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക്, വീടിന്റെ വസതിക്ക് അടുത്തേക്ക് പോലീസ് വാഹനത്തിൽ ദിലീപിനെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതിനുശേഷം 15 മിനിറ്റുകൾ നീണ്ട കോടതി നടപടിക്രമങ്ങളാണ് ഉണ്ടായത്. അതിനുശേഷം ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും ആ കോടതി നടപടികളെല്ലാം തന്നെ അകത്ത് പുരോഗമിക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം, വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്. മാത്രമല്ല, നിരവധി പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളോ മറ്റ് സാധ്യതകളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും പോലീസ് അഭിനന്ദനമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ പോലീസിനെ അഭിനന്ദിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു മുദ്രാവാക്യം വിളിയോട് തന്നെയായിരുന്നു വരവേറ്റത്. ഒപ്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ദിലീപിനെ കൊണ്ടുവന്ന ആലുവ സബ് ജയിലിലേക്കാണ്. ആലുവ സബ് ജയിലിന് മുന്നിലെത്തിയപ്പോൾ അവിടെയും നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ആലുവ സബ് ജയിലിന് മുന്നിൽ ആളുകൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് ദിലീപിനെ ജയിലിന് മുന്നിൽ വലിയ മുദ്രാവാക്യം ദിലീപിനോടുള്ള പ്രതിഷേധം അറിയിച്ചത്. ഒപ്പം സർക്കാർ, കാരണം കൃത്യമായിട്ടുള്ള രീതിയിലൊരു നിലപാടെടുക്കുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ആർജവം കാണിച്ച് സർക്കാരിനുള്ള മുദ്രാവാക്യം, സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും വിളിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളെ അവിടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ദിലീപിനെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയി വാഹനത്തിൽ നിന്ന് ഇറക്കിയാണ് കൊണ്ടുപോയത്. ഒപ്പം നാളെ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം ദിലീപിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ കിട്ടുവാനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ അപേക്ഷ വെക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദിലീപിന് പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ നൽകുന്നില്ല. മറ്റു തടവുകാരോടൊപ്പം തന്നെയാണ് ദിലീപിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ശരി പ്രശാന്ത്, ഞാൻ പ്രശാന്തിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ വാക്കുകൾ കേൾക്കാം. ഇത് കൃത്രിമമായ തെളിവുകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളിലേക്ക്. അതും മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞ എന്നോട് ചോദിക്കേണ്ട, ഒരു തെളിവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സാർ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിരുന്നു, അതിലെന്താണ് പോലീസ് പറഞ്ഞത്? റിപ്പോർട്ടിൽ പഴയ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു സാർ? ഒന്ന് പറയൂ സാർ. ഒന്ന് നാളെ 11 മണി വരെ കോടതിയിൽ നിലവിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല സാർ. എങ്കിലും എന്തൊക്കെ തെളിവുകളാണ് പോലീസ്? തെളിവുകൾ നാളെ അറിയാലോ. പോലീസ് തെളിവില്ലാണ്ട് ഇതുപോലെ ഒരാളെ തെളിവ് ഉണ്ടാക്കാതെ, കൃത്യമായിട്ടുണ്ടാക്കാതെ ഇതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യും. ഏതായാലും ജീവൻ നൽകും. ഇതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ബാക്കി വിശദാംശങ്ങൾ. ജീവൻ, ദിലീപിനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് അയച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, ഉമേഷ് പറഞ്ഞതുപോലെ 19 കൃത്യമായ തെളിവുകൾ പോലീസ് ഈ വിഷയത്തിൽ ദിലീപിന്റെ മുന്നിൽ വെച്ചു. അതിന് മറുപടിയില്ലാത്തൊരവസ്ഥ ദിലീപിനുണ്ടായി. പക്ഷേ ഇവിടം കൊണ്ട് പോലീസിന്റെ വെല്ലുവിളി അവസാനിച്ചു എന്ന് കരുതാൻ കഴിയുമോ? ഇനി ഈ കസ്റ്റഡിയിൽ വാങ്ങി നേരത്തെ നമ്മൾ പറഞ്ഞ ഈ തെളിവുകൾ, ദൃശ്യങ്ങളുള്ള സ്ഥലം, മറ്റൊന്ന് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെങ്കിൽ ആ ഹോട്ടൽ, അങ്ങോട്ടേക്കൊക്കെ ദിലീപിനെ എത്തിക്കുകയും തെളിവെടുത്ത് ഈ തെളിവുകൾ ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാലല്ലേ അത് കൂടുതൽ ശക്തമായി കോടതിക്ക് മുന്നിൽ സോളിഡ് എവിഡൻസ് ആയി അവതരിപ്പിക്കാൻ കഴിയൂ? മനു സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു തെളിവ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു തെളിവ് കണ്ടെടുക്കുക, അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥൻ്റെയോ അന്വേഷണ സംഘത്തിൻ്റെയോ ദൗത്യം അവസാനിക്കുന്നില്ല. വളരെ പഴുതുകളടച്ചൊരു കുറ്റപത്രം തയ്യാറാക്കുക. നമ്മൾ സൗമ്യ കേസിൽ അതിൻ്റെ യഥാർത്ഥ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ച ശേഷിയുള്ളവരാണ് കേരള പോലീസ് സംഘം ഗോവിന്ദച്ചാമി. എന്നാൽ സുപ്രീം കോടതിയുടെ മുന്നിൽ നമുക്ക് സംശയത്തിന് അതീതമായി ഈ കാര്യം പൂർണ്ണമായി തെളിയിക്കാനായില്ല എന്നതാണ് അദ്ദേഹത്തിന് തൂക്കുകയർ, ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ നൽകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത്. ഒപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പ്രതിയെ പിടിച്ച് അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി അതിൽ എടുക്കേണ്ട തെളിവുകൾ വളരെ കൃത്യമായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും പ്രോസിക്യൂഷന് എതിരായി വരാൻ സാധ്യതയുള്ള തെളിവുകളെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുകയും ചെയ്യുക. അത് കൃത്യമായി കോടതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യുക, അതിന് കൃത്യമായി മൊഴി കൊടുക്കുക, ഒപ്പം പ്രതിയെ ശിക്ഷിപ്പിക്കുക എന്നതിൽ എത്ര വലിയ അഭിഭാഷകൻ വന്ന് വാദിച്ചാലും ശിക്ഷിക്കാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളുടെ വലയം ചുറ്റും തീർക്കുക എന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി വരുന്നൊരു ഘടകം. ഈ ദിലീപിൻ്റെ കേസിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ 19ഓളം തെളിവുകൾ ഇതിനോടകം ദിലീപിനെ വലയം ചെയ്ത് നിൽക്കുന്നു. ഇതിലേതൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥൻ തെള്ളുകയും കൊള്ളുകയും ചെയ്യുക എന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരിക്കും. ഇന്ന് ഒരുപക്ഷെ അല്പം ഉച്ചവരെ അന്വേഷണ സംഘം അല്പം വിശ്രമിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നീണ്ട മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട തെളിവെടുപ്പിന് ശേഷം അവർക്ക് ലഭിക്കുന്ന ഈ ചെറിയൊരു ഇടവേള, നാളെ വീണ്ടും കോടതിയിൽ ഈ കേസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഇന്ന് അന്വേഷണ സംഘം ഒരിക്കൽ കൂടി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഒരു അനുമാനം അങ്ങനെയാണ്. കാരണം അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ നാളെ ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്തായാലും ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അന്വേഷണ സംഘം ആ ഒരു തീരുമാനത്തിലേക്കാവും എത്തുക. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദിലീപുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ എത്തിച്ച് ദിലീപിനെ തെളിവെടുക്കുക എന്ന നിർണായകമായ ദൗത്യം അന്വേഷണ സംഘത്തിൻ്റെ മുൻപിൽ ഉള്ളത്. അതിനു മുന്നോടിയായി ഒരു ഘടകം കൂടി ഈ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ദിലീപിന് മറ്റേതെങ്കിലും കൂട്ടുപ്രതികൾ ഈ കാര്യത്തിലുണ്ടോ, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളടക്കം ഇന്നായിരിക്കും ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ കാര്യത്തിൽ ഫൈനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടാണോ നിർണായകമായി ഈ പ്രതിയിലേക്ക്, കാരണം ദിലീപുമായി നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന തെളിവുകൾ എത്രമാത്രം കോടതിയിൽ നിലനിൽക്കത്തക്ക വിധത്തിൽ പര്യാപ്തമാണ് എന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ ചില നിയമവൃത്തങ്ങൾ ഇതിനോടകം ഉയർത്തുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടോ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചത് കൊണ്ടോ മാത്രം ഗൂഢാലോചന ഉണ്ടാവുന്നുണ്ടോ? ഗൂഢാലോചന എന്നത് പൾസർ സുനി സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. പൾസർ സുനി പ്രത്യക്ഷത്തിൽ ആ കാര്യം കോടതിയിൽ സമ്മതിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പൾസർ സുനി ആ കാര്യം സമ്മതിച്ചാലും ഇല്ലെങ്കിലും പൾസർ സുനി ശിക്ഷിക്കപ്പെടുമെന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം ബോധ്യമായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ തൻ്റെ കൂട്ടാളിയെ രക്ഷിക്കാനായിരിക്കും ഒരുപക്ഷെ പൾസർ സുനി ശ്രമിക്കാൻ സാധ്യത. അവിടെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രശ്നം വരുന്നത്. കാരണം താൻ ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും
ഈ കേസിൽ പ്രമുഖനായ നടന് രക്ഷപ്പെടാൻ ആവശ്യമായ പഴുതുകൾ ഒരുക്കി കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യത്തിൽ പൾസർ സുനി ശ്രമിക്കുക. അതിനാവശ്യമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പണം കൈപ്പറ്റിക്കൊണ്ട് ഈ കാര്യത്തിൽ രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുക. അതിന് ഏറ്റവും കൂടുതലാണ് ഈ കേസിൽ സാധ്യത. കാരണം ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ DNA അടക്കം നടിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ഇനി രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും താൻ ജയിലിലാവുന്നതിനോടൊപ്പം മറ്റൊരാളെ രക്ഷിക്കുകയാണെങ്കിൽ തനിക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭമാകാം ഈ കാര്യത്തിൽ ഇനി പൾസർ സുനിയെ നയിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പഴുതടച്ച കുറ്റപത്രം തയ്യാറാക്കുക എന്നത് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാനാവും. മനു, ജീവൻ അത്തരത്തിലൊരു വെല്ലുവിളി നിൽക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ കൂടി പോലീസിന്റെ കയ്യിലുണ്ട് എന്ന് തോന്നുന്നു. പ്രധാനമായും ഈ ടെലിഫോൺ രേഖകളുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ആ ഹോട്ടലിൽ നിന്ന് ആ സമയത്ത് ചില കോളുകൾ പോയതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഇത് ഈ ഗൂഢാലോചനയിലേക്ക് ദിലീപിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്നതാണ് എന്നാണ് അന്വേഷണ സംഘം അനൌദ്യോഗികമായിട്ടെങ്കിൽ അവർ പറഞ്ഞതല്ലെങ്കിൽ പോലും അവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പഴുതടച്ച കുറ്റപത്രത്തിലേക്ക് എത്താൻ പോലീസിന് ശാസ്ത്രീയപരമായ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ സാധിക്കില്ലേ? മനു, ഈ ഘട്ടത്തിൽ അത് പറയുക സാധ്യമല്ല. കാരണം പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നവർ ഒരുപക്ഷെ ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും മിടുക്കരായ അഭിഭാഷകരെ തന്നെ കളത്തിലിറക്കിയാവും ദിലീപ് ഈ കാര്യത്തിൽ രംഗത്ത് വരിക, അല്ലെങ്കിൽ ദിലീപിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വരിക എന്നുള്ള കാര്യത്തിൽ കാര്യം ഉറപ്പാണ്. മനു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് സംശയിക്കുന്ന ദിവസം പൾസർ സുനിയും ദിലീപും ഒരേ ടവർ ലൊക്കേഷനുകൾക്ക് കീഴിൽ വന്നു എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി പോലീസ് അവതരിപ്പിക്കുന്നതെങ്കിൽ രണ്ട് സാധ്യതകളാണ് അതിന് മുന്നിലുള്ളത്. ഒന്ന്, നമുക്കറിയാം ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു ടവർ ലൊക്കേഷന് കീഴിലാണ് നമ്മൾ വന്നത് എന്ന് തെളിയിക്കാനാവുമെങ്കിലും അത് കൃത്യമായി ഏത് ലൊക്കേഷൻ എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഒരുപക്ഷെ ഇപ്പോൾ ഉമേഷ് കൂടി ചേർന്നത്, അതായത് ഈ ജയിലിൽ ദിലീപിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല, മറ്റ് തടവുകാരോടൊപ്പമാണ് ദിലീപിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഉമേഷ് നൽകും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. ഉമേഷ്, എങ്ങനെയാണ് ജയിലിൽ ദിലീപിന് ലഭിച്ചിരിക്കുന്ന ഈ സെല്ലടക്കമുള്ള കാര്യങ്ങൾ? മറ്റ് തടവുകാരുടെ കൂടെയാണോ അവിടെ ദിലീപിനെ പാർപ്പിച്ചിരിക്കുന്നത്? മനു, അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റ് തടവുകാർക്കൊപ്പമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും 1.25 മണിക്കൂർ കൊണ്ട് തന്നെ ഈ നടപടികളെല്ലാം തന്നെ ഇന്ന് പോലീസ് പൂർത്തിയാക്കി. രാവിലെ 6 മണിയോടെ തന്നെ ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇറക്കി. അവിടെ നിന്ന് നേരെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി. 10 മിനിറ്റ് കൊണ്ട് തന്നെ നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ നേരെ ആലുവ സബ് ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. ആലുവ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോഴും ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും എല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് ദിലീപിനെതിരെ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ആലുവ സബ് ജയിലിന് മുന്നിൽ കൂടി നിന്നവർ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നതടക്കമുള്ള സിനിമയുടെ പേര് പറഞ്ഞ്, ദിലീപിൻ്റെ തന്നെ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായി. ഏറെ സംഭവ ബഹുലമായി തന്നെയാണ് ഇന്നത്തെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോഴും ദിലീപിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ജനങ്ങൾ രാവിലെ ആണെങ്കിൽ തന്നെയും ജനങ്ങളെല്ലാം തടിച്ചുകൂടി ദിലീപിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് അരമണിക്കൂർ മുൻപ് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് എത്തിക്കുകയും ഒരു പ്രത്യേക പോലീസ് ബസ്സിലാണ് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നും ഇറക്കി നേരെ ജയിലിനകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഒരു സമയത്താണ് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ ആലുവ സബ് ജയിലിന് മുന്നിൽ 1 മണിക്കൂർ മുൻപ് അത്രയും തന്നെ ജനങ്ങൾ എത്തിയിരുന്നില്ല. എന്നാൽ ദിലീപ് എത്താറാകുന്ന ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ പേർ എത്തുകയും ദിലീപിനെതിരെ ശക്തമായ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഒപ്പം അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ദിലീപിൻ്റെ അഭിഭാഷകൻ ദിലീപിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹാജരായത്. ദിലീപിനെതിരെ തെളിവുകൾ ഇല്ല, ഗൂഢാലോചന കുറ്റം മാത്രമാണ്, ഇതിന് പ്രത്യേക തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ ദിലീപ് ജാമ്യം ലഭിക്കാൻ അർഹനാണ് എന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാമാണ് അഡ്വക്കേറ്റ് രാംകുമാർ ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ അടുത്ത ദിവസം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ദിലീപിനെതിരെ 120B ഗൂഢാലോചന കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ശക്തമായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ രാവിലെ 1.25
മണിക്കൂർ കൊണ്ട് തന്നെ നടപടികളെല്ലാം പൂർത്തിയാക്കി ദിലീപ് ആലുവ ജയിലിലാണ്. പ്രത്യേകിച്ച് ദിലീപിൻ്റെ ജന്മനാട് കൂടിയാണ് ആലുവ. ഈ ജന്മനാട്ടിലെ ജയിലിൽ തന്നെ ദിലീപ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന അവസ്ഥ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ഈ നാട്ടുകാരനായി ദിലീപ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദിലീപ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. മറ്റു തടവുകാർക്കൊപ്പമാണ് എന്നാണ് നേരത്തെ ആലുവ ഡിവൈഎസ്പി ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആലുവ ഡിവൈഎസ്പി പ്രതികരിച്ചത്. മനു. ഉമേഷ്, ഒപ്പം തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമ്പോൾ മറ്റൊന്നു കൂടിയുണ്ടല്ലോ, ഈ കസ്റ്റഡി കാലാവധി, അതായത് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന രീതിയിൽ അപേക്ഷയുമായി മൂവ് ചെയ്യാൻ പോലീസും തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ കൂടി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. തീർച്ചയായും മനു, ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു. അത് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നാളെ കോടതി ചേരുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ കസ്റ്റഡി ആവശ്യവുമായി പോലീസ് കോടതിയെ സമീപിക്കുക. പരമാവധി ദിവസം ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന് തന്നെയാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വലിയ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ തെളിയാനുണ്ട്. മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെ വിശദമായി ഇനി ചോദ്യം ചെയ്യലിന് വിധേയനാക്കണം. ഒപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും ഇതിനിടെ നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ ഗൂഢാലോചന നടത്തിയത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് എന്നതടക്കം ദിലീപ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 2013 മുതൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ് ഈ നടിയെ ആക്രമിക്കാനുള്ള പദ്ധതി. നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ദിലീപ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന് ദിലീപിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. അത് ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, പ്രത്യേകിച്ച് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ്. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നതിനനുസരിച്ച് ദിലീപിനെ കസ്റ്റഡിയിൽ വിടുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷയും നാളെ തന്നെയായിരിക്കും പരിഗണിക്കുക. മനു, ഈ അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദിലീപ് പറഞ്ഞത് ഭയപ്പെടാനൊന്നുമില്ല എന്ന് ആത്മവിശ്വാസം അഭിനയിച്ചതാണോ അതോ ആത്മവിശ്വാസം ഉള്ളതാണോ എന്നറിയില്ല, അത്തരത്തിലൊരു രീതിയിലായിരുന്നു സംസാരിച്ചത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ ദിലീപിനെ കൊടുക്കാനുള്ള തെളിവുകളൊന്നും ഇല്ല, അതായത് ഈ പോലീസ് ഹാജരാക്കിയ തെളിവുകൾ പോരാ ദിലീപിനെ ഇതുമായി ബന്ധിപ്പിക്കാൻ എന്ന നിഗമനത്തിലാണോ ദിലീപിന്റെ ക്യാമ്പ് ഈ തുടർ നടപടികളിലേക്ക് പോകുന്നത്? ഉമേഷ്. മനു, ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി തിരിച്ച് വരുമ്പോഴാണ് ദിലീപ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. താൻ നിരപരാധിയാണ്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കും, താൻ ക്രൂശിക്കപ്പെടുകയാണ്, തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ദിലീപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല, പിന്നീട് വിശദമായി പ്രതികരിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ദിലീപ് എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ വരുമ്പോൾ പ്രതികരിക്കാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് ദിലീപിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. മാത്രമല്ല ദിലീപിൻ്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ തെളിവുകൾ ശക്തമല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും 19 തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഈ 19 തെളിവുകളിൽ പ്രത്യേകിച്ച് പൾസർ സുനിയും ദിലീപും ഒത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം, ഇത് കൂടാതെ സാക്ഷിമൊഴി, നിർണായകമായ സാക്ഷിമൊഴിയുണ്ട്. ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്ന് കേട്ടു എന്ന് പറയുന്നതടക്കമുള്ള നിർണായകമായ സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള തെളിവുകളുടെ പിൻബലത്തിൽ തന്നെയാണ് ഇന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകളെക്കുറിച്ചും ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുക. നിലവിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ തെളിവുകൾ ഏതെല്ലാമാണ് എന്നതിൻ്റെ വ്യക്തത ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ്, ഈ പ്രത്യേക സെൽ അനുവദിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നല്ലോ, മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇവിടെ മറ്റ് തടവുകാരുടെ കൂടെ പാർപ്പിക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് പിന്നീട് തീരുമാനിച്ചത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ? മനു, അത് കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. ഇത് ആലുവ DYSP ആണ് ഇത്തരത്തിൽ മറ്റു തടവുകാർക്കൊപ്പമാണ് എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രത്യേക സെൽ അനുവദിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് പോലീസിന് പാലിച്ചേ കഴിയൂ, അത് പാലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ
മറ്റ് പരിഗണനകൾ വേണ്ട എന്നുള്ളത് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അതിലായിരിക്കും വ്യക്തത വരേണ്ടത്. സാധാരണ തടവുകാരന് കിട്ടേണ്ട അവകാശങ്ങൾ മാത്രമാണ് ദിലീപിനും ഉള്ളത്, അല്ലാതെ പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടാകില്ല. എങ്കിൽ തന്നെയും ഈ നടനായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന്, മറ്റ് തടവുകാരുടെ ഭാഗത്തു നിന്ന് വല്ല ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേക സെല്ല് അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇനി പ്രത്യേക സെല്ലിലേക്ക് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഉമേഷ്, ഒരു കാര്യം കൂടി, ഇയാളെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ആ ദിലീപിന്റെ തന്നെ സിനിമാ പേര് പറഞ്ഞ് പരിഹസിച്ചാണോ ആളുകൾ അങ്ങോട്ടേക്ക് കൂവി വിളിച്ചാണോ ദിലീപിനെ അവിടത്തേക്ക് ആളുകൾ സ്വീകരിച്ചത്? അങ്ങനെ തന്നെയാണ് മനു. കാരണം നേരത്തെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോഴും ജനങ്ങൾ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ആലുവ സബ് ജയിലിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം അപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വരുന്നു, ആലുവ സബ് ജയിലിലേക്കാണ് ദിലീപിനെ അയക്കുന്നത് എന്ന ഉത്തരവ് വരികയും അത് മാധ്യമങ്ങളെ വാർത്തയായി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ ജനങ്ങൾ ഈ ആലുവ സബ് ജയിലിലേക്ക് എത്തിച്ചേർന്നത്. പ്രത്യേകിച്ചും ദിലീപിൻ്റെ വാഹനം ഈ സബ് ജയിലിന് മുന്നിലുള്ള റോഡിലേക്ക് എത്തിയ സമയത്താണ് ജനങ്ങൾ ഈ മുദ്രാവാക്യം വിളി ആരംഭിച്ചത്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് തന്നെയാണ് അവർ പറഞ്ഞു പരിഹസിച്ചത്. കാരണം ദിലീപിൻ്റെ തന്നെ സിനിമയാണ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ജയിലാണ് ദിലീപിന് വേണ്ടത് എന്ന തരത്തിൽ, പ്രത്യേകിച്ചും ആലുവക്കാരനായ ദിലീപ് ആലുവ സബ് ജയിലിലേക്ക് തന്നെ പോകുന്നു എന്ന പ്രത്യേകമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരനായി ദിലീപിനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഈ ദിലീപിനെയും വഹിച്ചുള്ള പോലീസ് വാഹനം ആലുവ സബ് ജയിലിന് മുന്നിൽ എത്തി ദിലീപിനെ ഇറക്കി ദിലീപ് ജയിലിനകത്തേക്ക് കയറി പോകുന്നതുവരെയും ഈ മുദ്രാവാക്യം വിളി തുടർന്നു. ജനങ്ങളുടെ കൂകി വിളിക്കലും പരിഹാസവും തുടരുന്ന കാഴ്ച തന്നെയാണ് ആലുവ സബ് ജയിലിന് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും 7:45 അരമണിക്കൂർ മുൻപ് തന്നെ ഈ നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നാളെയാണ് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതും മറ്റ് ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാവുക. ശരി ഉമേഷ്, ഞാൻ ഉമേഷിലേക്ക് വരാം. വിവരങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക് വളരെ വേഗത്തിൽ. ഒപ്പം തന്നെ ജീവനിലേക്കും പ്രശാന്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്.